Hi everyone, welcome back to Cake and Flakes. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു അടിപൊളി ഓറിയോ കേക്കിന്റെ ഡിസൈനിങ് ആണ്. ഡ്രിപ്പിംഗ് ഒക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഗനാഷ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഡ്രിപ്പിംഗ് ചെയ്യാനും ഒക്കെ അറിയാം. പിന്നെ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്നത് സ്ട്രിപ്പ് ഡിസൈൻ എന്ന് പറയുന്ന മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യണത് ഞാൻ ഇതിൽ മുന്നേ ചെയ്തേക്കണ ഓറിയോ ബിസ്ക്കറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഓറിയോ കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റിന്റെ കേക്ക് 2 എണ്ണം ഉണ്ടാക്കിയിട്ട് അതിന് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ലെയർ ആക്കാം, 5 ലെയർ ആക്കാം, എത്ര വേണമെങ്കിലും ആക്കാം. അപ്പം ഞാനിവിടെ 5 ലെയറാണ് ആക്കി വെച്ചേക്കണത്. അപ്പം ഞാനിവിടെ ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാണ്. ഞാൻ നോൺ ഡയറി വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണിത്. ജസ്റ്റ് ഒരു ബേസ് കൊടുക്കുക. ഫസ്റ്റത്തെ ലെയർ സെന്ററിലാക്കി വെക്കുക, പ്രസ് ചെയ്യാം. ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീം നമ്മൾ ഒരു ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ലെവൽ ചെയ്ത് കൊടുക്കുക, സൈഡ് ക്ലീൻ ചെയ്യുക, നെക്സ്റ്റ് ലെയർ പ്ലേസ് ചെയ്യുക. വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് സൈഡില് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം സ്മൂത്തർ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്മൂത്തൻ ചെയ്ത് വിടാം. മേലെ സ്മൂത്തൻ ചെയ്ത് കൊടുക്കാം. സൈഡില് ഇങ്ങനെ കേക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു കോട്ടിങ്ങും കൂടി നമുക്ക് വരും. നെക്സ്റ്റ് നമ്മൾ സ്ട്രിപ്പ് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 10 ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം കളഞ്ഞിട്ട് ഞാൻ പൊടിച്ചു വെച്ചതാണിത്. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ലെറ്ററിലുള്ളതാണ്, ലെറ്ററും അതുപോലെ ആൽഫബറ്റ്സ് ഒക്കെ ഉള്ള സ്പ്രിങ്കിൾസ് ആണ് എടുത്തേക്കുന്നത്. ആഡ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതും നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ 2 പൈപ്പിംഗ് ബാഗ് ആണിത്. ഇത് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് നമ്മൾ നോസിലൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണെങ്കിൽ, രണ്ടും ഒരേ അളവിലാണെങ്കിൽ നല്ലത്.
ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓറിയോ പൗഡേർഡ് ഇട്ടിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ റിവോൾവിംഗ് ടേബിൾ കറക്കി ഒരു റൗണ്ട് പോലെ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മളുടെ സ്പ്രിങ്കിൾസ് ഇട്ടിട്ടുള്ള പൈപ്പിംഗ് ബാഗ് സെയിം പ്രൊസീജിയറിൽ ചെയ്യാം. വീണ്ടും ഓറിയോ ക്രീം, സ്പ്രിങ്കിൾസ് ക്രീം, ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ടോപ്പ് വരെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ സ്മൂത്തർ മുക്കിയതിന് ശേഷം നമുക്ക് സ്മൂത്തൻ ചെയ്തെടുക്കാം. നമ്മൾ ഓരോ റൗണ്ട് അടിക്കുമ്പോഴും ജസ്റ്റ് സ്മൂത്തർ ഒന്ന് വെള്ളത്തിൽ മുക്കി ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മളെ വിപ്പിംഗ് ക്രീം. പാലറ്റ് നൈഫ് സെയിം പ്രൊസീജിയറിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ടോപ്പിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് എഡ്ജസ് ക്ലിയർ ആക്കണ ഒരു വഴിയാണിത്. ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിലാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും എഡ്ജസ്. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ഡ്രിപ്പിംഗ് കൊടുക്കുകയാണ്. ഡ്രിപ്പിംഗ് വൈറ്റ് കോമ്പൗണ്ട് ഗനാഷ് വെച്ചിട്ടാണ് ചെയ്യണത്. 1:2 എന്ന പ്രൊപ്പോർഷനിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് ടിപ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഡ്രിപ്പിംഗ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ചെറുതായിട്ട് വീഴുന്നുണ്ടാവുള്ളൂ, പക്ഷെ അത് നോക്കണ്ട, പതുക്കെ ഒലിച്ച് താഴത്തോട്ട് ഇറങ്ങിക്കോളും. അപ്പൊ നമ്മൾ കുറച്ചുള്ളൂന്ന് വെച്ചിട്ട് അധികം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് എത്തിമുട്ടും, അങ്ങനെ പാടില്ല. അപ്പൊ ഡ്രിപ്പിങ്ങിന് ഭംഗി പോവും. ജസ്റ്റ് ഈ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് മേലെ N1 നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ജസ്റ്റ് ഓറിയോ ക്രീമാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇട്ടേക്കണത്. നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് മേലോട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ഡിസൈൻ ചെയ്തെടുക്കാം. ഓരോ ഡിസൈൻ കഴിയുമ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഡിസൈൻ വെക്കുക. നടുക്കിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പ്ലേസ് ചെയ്യാനുള്ളത് കൊണ്ടാണ്. ഹൈറ്റ് കറക്റ്റ് ആക്കണതാണ് ഞാനിപ്പോ. ഇനി ഓരോ ഗ്യാപ്പിലും നമുക്ക് ഓരോ ഓറിയോ ബിസ്ക്കറ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മേലെ കുറച്ച് സ്പ്രിങ്കിൾസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, ഇത്തിരി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്.
അപ്പോൾ നമ്മളുടെ ഓറിയോ കേക്ക് വിത്ത് സ്ട്രിപ്പ് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, take care. Bye bye.